ഒരിക്കൽ അസുരന്മാർ ലോകത്തെ ഭീഷണിപ്പെടുത്തി. ദേവന്മാരെ അട്ടിമറിച്ച് ഭൂമിയുടെ നിയന്ത്രണം നേടാൻ അസുരന്മാർ ഒന്നിച്ചു ചേർന്നു. ഈ കലാപത്തിന്റെ നേതാവ് അസുരസേനാനായ രക്തബീജനായിരുന്നു. തപസ്സിലൂടെ രക്തബീജൻ ഒരു വരം ലഭിച്ചു. ബ്രഹ്മാവ് നൽകിയ ഈ വരം രക്തബീജന്റെ ഓരോ തുള്ളി രക്തവും ചൊരിയുമ്പോഴെല്ലാം 1000 ശക്തി വർദ്ധിപ്പിക്കാൻ അനുവദിച്ചു. രക്തബീജന്റെ നേതൃത്വത്തിൽ അസുരസൈന്യങ്ങൾ പുറത്തുവന്നു. ദേവന്മാർ കോപത്താൽ വിറച്ചു. അസുരന്മാർ ഭൂമിയെയും അതിലെ നിവാസികളെയും നശിപ്പിച്ചു. ഈ രാക്ഷസനെ ആരാണ് ലോകത്തെ മോചിപ്പിക്കുക? നിരാശയോടെ ദേവന്മാർ അവരുടെ ശക്തി, സ്ത്രീ ഊർജ്ജ എതിരാളികളിലേക്ക് തിരിഞ്ഞു. മഹാനും സുന്ദരിയുമായ ദേവതയായ ദുർഗ മുന്നോട്ട് വന്നു. അവൾ മുമ്പ് അവരെ സംരക്ഷിച്ചിരുന്നു. വീണ്ടും അത് ചെയ്യാൻ നിർബന്ധിതയായി. ദേവന്മാരുടെ ആയുധങ്ങളുമായി ദുർഗ തന്റെ ചാമ്പ്യൻ വാഹനമായ ഒരു കടുവയുടെ പുറത്ത് യുദ്ധത്തിലേക്ക് കയറി. യുദ്ധസമയത്ത് അവൾ പലതവണ ദേവത രൂപങ്ങൾ മാറ്റി അസുരസേനാധിപനെ മാത്രം അവശേഷിപ്പിച്ചു. അവർ മുന്നേറുന്നതിനനുസരിച്ച് വേഗത്തിൽ അസുരസൈന്യത്തെ വധിച്ചു. രക്തബീജനും ദേവിയും തമ്മിലുള്ള യുദ്ധം തുടർന്നു. ദുർഗ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. രക്തബീജന്റെ രക്തം എല്ലായിടത്തും ഒഴുകി. ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അവനെപ്പോലെ 1000 അസുരന്മാർ കൂടി ഉയർന്നു വന്നു. രക്തബീജന്റെ രക്തക്കുഴലുകളിൽ നിന്ന് പൂർണ്ണ സൈന്യം ഉയർന്നു വന്നു. ആയിരക്കണക്കിന് അസുരന്മാർ ദേവിയുടെ നേരെ പാഞ്ഞു. അവർ ആനകളിലും കുതിരവണ്ടികളിലും കയറി. അവർ ചിരിച്ചുകൊണ്ട് ദേവിയുടെ ധർമ്മസങ്കടത്തിൽ നിലവിളിച്ചു. ഇത് കണ്ടപ്പോൾ ദുർഗയ്ക്ക് ദേഷ്യം വന്നു. അവൾ തികഞ്ഞ ക്രോധത്തോടെ പുരികം കെട്ടി. ഈ ഏകാഗ്രതയിൽ നിന്നാണ് ഭയങ്കരനായ കാളി ഉണ്ടായത്. കാളി ദുർഗാദേവിയുടെ മഹത്തായ രൂപം. ആ ശക്തിയായ ഭയങ്കര ദേവിയുടെ ഇടിമുഴക്കത്താൽ പ്രപഞ്ചം മുഴുവൻ നടുങ്ങി. ദേവിയുടെ ഏറ്റവും അടുത്തു നിന്നിരുന്ന അസുരന്മാർ ശക്തിയുടെ ഗർജനത്തിൽ മുങ്ങിമരിച്ചു. കടുവയുടെ തൊലിയുടെ ഒരു ആവരണം ഒഴികെ നഗ്നയായി കാളി പുറത്തുവന്നു. അവളുടെ തൊലി ഏറ്റവും കറുത്തതായിരുന്നു. അസ്ഥികളിൽ സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്നു. ഒരു പെൺകുഞ്ഞിന്റെ ഈ ഭ്രാന്തൻ അസ്ഥികൂടം തലയോട്ടിയിൽ പൊതിഞ്ഞ ഒരു വടി, ഒരു കയർ, പ്രതികാരത്തിന്റെ വാൾ എന്നിവയാൽ ആയുധമാക്കിയിരിക്കുന്നു. രക്തം പുരണ്ട കണ്ണുകളോടെ, തലയോട്ടിയിൽ ആഴത്തിൽ കുഴിച്ചിട്ട, അഴിച്ചുവിടപ്പെടാൻ ആകാംക്ഷയുള്ള അസംസ്കൃത ശക്തിയോടെ, നെറ്റിയിൽ നിന്ന് തിളക്കത്തോടെ ജ്വലിക്കുന്ന മൂന്നാമത്തെ കണ്ണോടെ അവൾ ഏറ്റവും ഭയാനകമായി കാണപ്പെട്ടു. അവളുടെ കുറുക്കിൽ കുടുങ്ങിയ കറുത്ത മുടി അവളുടെ തോളിൽ വന്യമായി പറന്നു. അവൾ തന്റെ കോപാകുലമായ നോട്ടം അസുര സൈന്യങ്ങളിലേക്ക് തിരിച്ചു. അവളുടെ നോട്ടത്തിന്റെ മാരകമായ പിടിയിൽ നിന്ന് പകുതിയും നിർജീവമായി. അവൾ ഉച്ചത്തിൽ ഒരു നിലവിളി പുറപ്പെടുവിച്ചു. കൂടുതൽ പേർ കാളിയുടെ കാൽക്കൽ മരിച്ചു വീണു. വന്യമായ കരച്ചിലോടെ അവൾ ശത്രുക്കളുടെ നേരെ നീങ്ങി. നഖം പോലുള്ള കൈകൾ നീട്ടി ശേഷിച്ച ചില ഭൂതങ്ങളെ അവളുടെ വിടർന്ന വായിലേക്ക് കോരുകയിൽ കുത്തി. ബാക്കിയുള്ളവർ ആ ക്രൂരദേവിയെ ഭയന്ന് പിന്തിരിഞ്ഞു. ആകാശം അവളുടെ അലർച്ചയുടെ ശബ്ദത്താൽ നിറഞ്ഞു. പക്ഷേ കാളി അവിടെയും നിന്നില്ല. അവൾ